അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1383. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നിശ്ചയം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മാ നഖസത് സ്വദഖത്തും മിൻ മാലിൻ, ദാനധർമ്മം ഒരിക്കലും സമ്പത്തിനെ ചുരുക്കിയിട്ടില്ല. ധർമ്മം ചെയ്തതിൻ്റെ പേരിൽ ഒരാളുടെ സമ്പത്തും ചുരുങ്ങുകയില്ല എന്നർത്ഥം. ധർമ്മം ചെയ്യുന്നതിനനുസരിച്ച് സമ്പത്തിൽ വർധനവുണ്ടാവും, ബറക്കത്ത് കൂടി വരും. ഒരിക്കലും ദാനധർമ്മം കൊണ്ട് ഒരാളുടെ സമ്പത്തും കുറഞ്ഞു പോകൂല. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, അഫ്വ് ചെയ്യൽ കൊണ്ട്, മാപ്പ് ചെയ്യൽ കൊണ്ട് ഇസ്സത്തല്ലാതെ അള്ളാഹു വർദ്ധിപ്പിക്കുകയില്ല. നമ്മെ ദ്രോഹിച്ച ആളുകൾക്ക്, നമ്മെ വേദനിപ്പിച്ചവർക്ക് നാം മാപ്പ് ചെയ്തു കൊടുക്കുക. അങ്ങനെ മാപ്പ് ചെയ്താൽ അതുകൊണ്ട് നമുക്ക് ഇസ്സത്ത് വർദ്ധിക്കുകയുള്ളൂ, പ്രതാപം വർദ്ധിക്കും. അവന് അള്ളാഹു എല്ലാ നിലക്കുള്ള ഉയർച്ചയും നൽകും. നമ്മെ ആരൊക്കെ മാനസികമായോ ശാരീരികമായോ ഏതൊക്കെ നിലക്ക് നമ്മെ വേദനിപ്പിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ നമ്മൾ അഫ്വ് ചെയ്തു കൊടുക്കുക, വിട്ടുകൊടുക്കുക. മാപ്പ് കൊടുത്താൽ അള്ളാഹു നമുക്ക് ഇസ്സത്ത് ഏറ്റിത്തരും. വമാ തവാല അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ആര് വിനയം കാണിച്ചോ അള്ളാഹു അവനെ ഉയർത്തിയിട്ടല്ലാതെയില്ല. വിനയമുള്ളവൻ അള്ളാഹു ഉയർത്തും. മൻ തവാല റഫഅഹുല്ലാഹ്, വിനയമുള്ള ആളുകൾ അള്ളാഹു ഉയർത്തും. അതേസമയത്ത് അഹങ്കരിക്കുന്ന ആളുകളെ താഴ്ത്തിക്കളയും, നിസാരപ്പെടുത്തും. ഒരു നിലക്കും ആരോഗ്യപരമായി, അതല്ലെങ്കിൽ സാമ്പത്തികമായി, അല്ലെങ്കിൽ സ്വാധീനങ്ങളെ കൊണ്ട് ഏതൊക്കെ നിലക്ക് നമുക്ക് ഉയർച്ച ഉണ്ടോ അതിനെ നമ്മളൊന്ന് അഹങ്കരിക്കരുത്. നമ്മൾ വിനയമുള്ളവരാകണം. എല്ലാം റബ്ബിൻ്റെതാണ്. എപ്പോൾ റബ്ബ് തിരിച്ചു ചോദിച്ചാലും കൊടുക്കേണ്ടതാണ്. ഈ നിലക്ക് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത്, വിനയമുള്ളവരാകണം. എന്നാൽ അല്ലാഹു തആല അവനെ ഉയർത്തും. ഈ 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ദാനധർമ്മം സമ്പത്തിനെ ചുരുക്കുകയില്ല, നമ്മെ ദ്രോഹിച്ചവർക്ക് മാപ്പ് കൊടുക്കുക, അള്ളാഹുവിന് വേണ്ടി നമ്മൾ വിനയമുള്ളവരാവുക. ഇതുകൊണ്ട് അള്ളാഹു നമുക്ക് ഇസ്സത്ത് നൽകും, ഉയർച്ച നൽകും, ബറക്കത്ത് ഏറ്റിത്തരും. അള്ളാഹു തആല ഈ ഗുണങ്ങളൊക്കെ ഉള്ളവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. സല്ലല്ലാഹു